ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം. നല്ല നമസ്കാരം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PV അൻവറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് 2 പൊളിച്ച തേറി പറഞ്ഞിട്ടാകാം. ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം, രാഹുലിനെ 2 പൊളിച്ചത് പറയണം എന്ന് നിങ്ങൾ അനുകൂലിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് അതൊന്ന് പരിഗണിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരാൾക്കെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്കും കൂടെ ചെയ്യും. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോയിലേക്ക്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ കോൺഗ്രസിലെ ഒരു വക്താവായിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവൻ എന്തോ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെയാണ്. നീ ഒരു തേങ്ങയുമല്ല, ഒരു മാങ്ങയുമല്ല. നല്ലൊരു കാറ്റടിച്ചാൽ ഇങ്ങനെ ചിറയെന്ന് പറഞ്ഞ് കൊഴിഞ്ഞു വീഴുന്ന ഒരു പൂക്കുലയാണെന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങളെപ്പോലുള്ളവർക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് UDF എടുത്തൊരു തീരുമാനത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് അൻവറുമായിട്ട് ഇനി ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല, അത് അടഞ്ഞൊരു അധ്യായമാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ UDF തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ, അതായത് ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണയുമായിട്ട് വരട്ടെ, അതിനുശേഷമാകാം ചർച്ച എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു അടഞ്ഞ അധ്യായമാണ്. അതിനുശേഷം ഇവൻ രാത്രി രാഹുൽ രാത്രി തലയിൽ മുണ്ടുമുട്ട് ഈ അൻവറെ സമവായം ചർച്ചയ്ക്ക് ഈ അൻവറെ കാണാൻ പോകുന്നുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവൻ്റെയൊക്കെ ഈ അവനവൻ രാഷ്ട്രീയം കൊണ്ടാണ് ഈ 8-9 കൊല്ലമായിട്ട് ചൊറിയും കുത്തി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. ഇങ്ങനെയാണ് ഇവൻ്റെയൊക്കെ പോക്കെങ്കിൽ ഇനി അടുത്തൊരു 5 വർഷം കൂടി പിണറായിയെ ചൊറിഞ്ഞ് ഇവനൊക്കെ ഇരിക്കാം. ഈ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ്. അതായത് ഈ പാർട്ടിയിൽ ഈ നേതാക്കളെ ഉള്ളൂ, അണികൾ ഇല്ല. അതാണ് ഈ പാർട്ടിയുടെ ഒരു അവസ്ഥ. എനിക്കൊന്ന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടത്തേണ്ടായി. അതിൽ ഒരു വലിയ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഇങ്ങനെ നിറച്ചു നേതാക്കളാണ്, കസേരയിട്ടിങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കുക നേതാക്കളെല്ലാം. പക്ഷേ ആ സമ്മേളനത്തിൽ അത് കാണാനും കേൾക്കാനുമായിട്ട് വേദിയിൽ ഒഴിഞ്ഞ കസേരകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവസാനം നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരന് ആ സൈഡിലൊക്കെ നിന്ന് ആൾക്കാരൊക്കെ വരൂ നിങ്ങൾ ഈ ഫ്രണ്ടിലോട്ട് വന്നിരിക്കൂ എന്ന് പറഞ്ഞിരുത്തേണ്ട ഒരു ഗതികേടായിരുന്നു. പിന്നെ ഈ സ്റ്റേജിലെ തള്ളിക്കയറ്റം എന്താണെന്ന് അറിയാം. അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ നേതാവ്, ഞാൻ ആ സമ്മേളനത്തിൽ ഞാൻ ഏറ്റവും ബാക്കിൽ തൊറോയിൽ ഏറ്റവും ബാക്കിൽ അറ്റത്തിരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് സീറ്റ് ചോദിക്കാനാണ്. സീറ്റ് കൊടുത്തില്ലെങ്കിൽ അറിയാമല്ലോ കോൺഗ്രസിന്റെ സ്ഥിതി എന്താകും. പക്ഷേ ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ 140 പേർക്കും സീറ്റ് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ പേർക്കൊക്കെ ഒഴിഞ്ഞ് നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒഴിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടാതിരിക്കാനാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു ഉന്തും തള്ളും ഈ കുസ്തി മറച്ചിലുമൊക്കെ. അതായത് എൻ്റെ മുഖം എന്ന വീഡിയോയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തള്ളി മറച്ചിലാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരം ഒരു അപഹാസ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? CPM-ന്റെ ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയായാലും അല്ലെങ്കിൽ സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു വേദിയായാലും ഈ നേതാക്കളെല്ലാം കൂടെ ക്യാമറയ്ക്ക് മുമ്പിൽ, അതായത് മുഖ്യമന്ത്രിയൊക്കെ തള്ളിയിട്ട് നേതാവ് ഈ സെക്രട്ടറിയൊക്കെ തള്ളിയിട്ട് മുൻപോട്ട് വരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും CPM-ൽ കണ്ടിട്ടുണ്ടോ? CPM പോട്ടെ, നിങ്ങൾ BJP-യിൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഒരു കോൺഗ്രസിന്റെ ഒരു ഗതികേടെന്ന് പറയുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ PV അൻവർ പുതിയ ഡിമാൻഡുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുൻപിൽ വെക്കുന്നത്. എന്താ കാരണം? ഈ രാത്രി മുൻകൂട്ടി ഈ രാഹുലിനെ പോലെ ഉള്ളവരൊക്കെ സമവായം എന്ന് പറഞ്ഞ് ഇവന്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ്. ആദ്യത്തെ ഡിമാൻഡ് എന്താണ്? ആദ്യത്തെ ഡിമാൻഡ് നമ്മുടെ VD സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് വെച്ചാൽ 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം വേണം, പിന്നെ വനം വകുപ്പ് വേണം. എന്തായാലും ഈ 2 വകുപ്പ് എന്തായാലും ഉണ്ടല്ലോ. പക്ഷേ അൻവറിക്ക, നിങ്ങൾ ഈ ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചു, ഒരുപക്ഷെ ആ ഇലക്ഷനിൽ നിങ്ങൾ തോറ്റുപോയാൽ എന്തു വേണം എന്നൊരു ഡിമാൻഡ് കൂടി നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിമാൻഡ് നിങ്ങൾ വെച്ചില്ലല്ലോ. ഒരു പക്ഷേ തോറ്റാൽ കേരളത്തിന്റെ KPCC ആസ്ഥാനം എൻ്റെ പേരിൽ എഴുതി തരണം എന്നൊരു ഡിമാൻഡ് നിങ്ങൾക്ക് വെക്കാമായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അൻവറിന്റെ കാര്യം പറയുന്നത് അൻവർ മാത്രമാണ്. പിണറായിയെ അദ്ദേഹം ആക്ഷേപിക്കുന്നു, നമ്മുടെ സതീശനെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്നു ഒക്കെ ചെയ്യുന്നെങ്കിലും ഇത് ഏറ്റെടുത്തുകൊണ്ട് CPM പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആരും ഇതിനെതിരെ അവോയ്ഡ് ചെയ്ത മാതിരിയാണ്. അതിനെ ഇത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ അൻവറിന് ബോധ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹം ഈ സമനില തെറ്റിയവനെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അൻവറിന്റെ ഒരു ഉടായ്പ രാഷ്ട്രീയമാണ് അൻവർ കളിക്കുന്നത്. അതായത് CPM-നോടൊപ്പം ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ വേദികളിലും മുഖ്യമന്ത്രിയോടൊപ്പം, അതായത് ബോഡി ഗാർഡ് നടക്കുന്നത് പോലെയാണ് അൻവർ മുഖ്യമന്ത്രിയോടൊപ്പം നടക്കുന്നത്. അതൊന്നും യഥാർത്ഥത്തിൽ ഈ ജനസേവനം മുട്ടി നിൽക്കുന്ന ഒരാളാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണാഫ്രിക്കയിലോ ഉഗാണ്ടയിലോ ഇദ്ദേഹം പൊങ്ങാറുള്ളൂ. ഇവരൊക്കെ ഈ ഉടായ്പ കാരണം ഏതെങ്കിലും തരത്തിലൊക്കെ പുറത്തായി കഴിയുമ്പോൾ പിന്നെ ഇവർ വലിയ ജനസേവകരാവും, വലിയ മനുഷ്യ സ്നേഹികളാവും. ഇപ്പോൾ അൻവറിന് പുലി പിടിച്ചു മരിച്ച ആൾക്കാരെന്ന് കേട്ടാൽ വലിയ സ്നേഹമാണ്, ആന കുത്തി ചത്തവരെന്ന് കേട്ടാൽ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ ആട്ടോ തൊഴിലാളികൾ, ഇവിടുത്തെ കർഷകരെന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ കൂടെ പിറന്നവരൊക്കെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ഒന്ന് ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങളുടെ കാര്യമൊക്കെ ഒരു വിധം കൂൾ ആകും. മറ്റൊരു ആരോപണം, ഈ വയനാടിന്റെ തുകയായി പിരിഞ്ഞു കിട്ടിയത് ഏകദേശം 750 കോടിയിൽ പരം രൂപ സർക്കാരിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് ഒരാൾക്ക് ഒരു 1.5 കോടി 1.25 കോടി വെച്ച് കൊടുക്കാനുള്ള കാശ് സർക്കാരിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും എന്തേ കൊടുക്കുന്നില്ല എന്ന് പാവം അൻവർക്ക കൂടെ ഉണ്ടായിരുന്നപ്പോൾ അറിഞ്ഞതേ ഇല്ല. അല്ല, ഗമ്മെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൽ അവനായിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒലത്തിയേനെ. വയനാട് ദുരന്തമല്ല, ഇതിനു മുമ്പ് 2 പ്രളയം നേരിട്ടൊരു സർക്കാരാണ് നമ്മുടേത്. ആ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരും മറ്റു സമ്പാദ്യം നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഒക്കെ ഇത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇന്നും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഈ കൂട്ടർ. എവിടെ പോയിരുന്നു നിങ്ങൾ അങ്ങ് ഉഗാണ്ടയിലായിരുന്നോ? ഇദ്ദേഹം വലിയ കാശുകാരനാണ്, അതുപോലെ തന്നെ വലിയ ഭൂവുടമയാണ്. ഭൂവുടമയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം, അത് കൂടുതലും സർക്കാർ വക കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു തടയണ കെട്ടുകയും ഈ തടയണ അതിന് ജനങ്ങളുടെ ഒരു പ്രതിഷേധം വരികയും തടയണ പൊളിച്ചു മാറ്റണമെന്ന് കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും നമ്മുടെ മുഖ്യന്റെ സപ്പോർട്ട് കൂടി, ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി അതിന് പല കഴിവുകൾ പറഞ്ഞു നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു. പക്ഷേ ജനരോഷം കൂടുകയും അതിനോടൊപ്പം തന്നെ ഈ മീഡിയ അറ്റൻഷൻ വന്നതോടുകൂടി പിന്നെ മുഖ്യന് പോലും, നമ്മുടെ കാരണഭൂതന് പോലും അൻവറിനെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ആരംഭിക്കുന്നത്. കാരണം മുഖ്യന്റെ സപ്പോർട്ടോ ഗവൺമെന്റിന്റെ സപ്പോർട്ടോ ഇല്ലെങ്കിൽ ഈ സ്വത്തൊക്കെ സർക്കാർ കൊണ്ടുപോകുന്നുള്ള അവസ്ഥ വന്നു. അതുകൊണ്ടൊരു സമ്മർദ്ദ തന്ത്രം പയറ്റിയിട്ടാണെങ്കിലും മുഖ്യന്റെ സപ്പോർട്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ രാജിവെക്കുന്നതിന് മുമ്പ് നമ്മുടെ അന്നത്തെ ADGP ആയിരുന്ന അജിത് കുമാറിനെതിരെയും നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും ഒക്കെ വലിയൊരു ഗുരുതര ആരോപണമായിട്ട് ഇദ്ദേഹം വന്നത്. ADGP കൊലക്കുറ്റത്തിൽ പ്രതിയാണെന്ന് പോലും അദ്ദേഹം ഈ അൻവർ എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കൊള്ളുന്നവർക്കാണ് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി ഈ ആരംഭത്തിൽ മുഖ്യമന്ത്രി ഒന്ന് കണ്ണടച്ചു. കാരണം ഈ ADGPയെയും ഈ ശശിയും ഒക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം മനസ്സ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ എയ്യുന്ന അമ്പൊക്കെ എനിക്ക് നേരെയാണ് വരുന്നത് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായി. പക്ഷേ അങ്ങനെ ബോധ്യം ഉണ്ടായിട്ടും അദ്ദേഹം പോടാമോനെ ദിനേശ അതൊരു മട്ടിലങ്ങ് അവഗണിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അൻവർ പെട്ടത്. ഇപ്പൊ ന്യായമായിട്ടും ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ എന്ത് ചെയ്യും? മറ്റൊരു പാർട്ടിയിൽ അംഗത്തോടൊത്ത് മറ്റൊരു പാർട്ടി ചേരും. പക്ഷേ ഈ കോൺഗ്രസിലാണെങ്കിൽ നേതാക്കളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇദ്ദേഹം പോയാൽ പിന്നെ ഒന്ന് പൊങ്ങി മുൻവശത്തോട്ട് വരണമെങ്കിൽ ഈ സർക്കസിൽ മറ്റേ ട്രിപ്പീസുകൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കോൺഗ്രസിലെ വേറെ ഏത് പാർട്ടിയിൽ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും തുടക്കത്തിലേക്ക് ഒരു അവസ്ഥ. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാനാണ് സ്വന്തം പാർട്ടി എന്നുള്ളൊരു തീരുമാനം. പാർട്ടി ആകുമ്പോൾ ഒരു കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയാകാം. സഖ്യകക്ഷി ആയാൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ കക്ഷിബലം അനുസരിച്ച് സീറ്റ് വിഭജിക്കുമ്പോൾ കക്ഷിബലം അനുസരിച്ചൊരു സീറ്റൊക്കെ കിട്ടുമല്ലോ. ഇപ്പൊ അൻവർക്കയുടെ പാർട്ടിയിൽ അൻവർക്ക മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരാണെന്നത് ആർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്. എങ്കിലും ഒരു കക്ഷി എന്ന നിലയിൽ അൻവർക്കയ്ക്ക് ഒരു സീറ്റ് കിട്ടും. ഈ കോൺഗ്രസ് ഒരു പക്ഷേ അധികാരത്തിൽ വന്നാൽ അതിൽ കഷ്ടിച്ച് അൻവറും കടന്നുകൂടിയാൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അങ്ങനെ അധികാരം കയ്യിൽ വന്നാൽ കച്ചത്തുള്ളതും ഉത്തരത്തിലിരിക്കുന്നതും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. പിന്നെ മന്ത്രിയായിട്ടൊന്ന് കാറിൽ ചിരിപ്പാഞ്ഞും മൂളിപ്പാഞ്ഞൊക്കെ നടക്കാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ അൻവർക്കയുടെ മനസ്സിലിരിപ്പ്. പക്ഷേ ഊമ്പിപ്പോയി എന്നേ പറയേണ്ടതുള്ളൂ. പാർട്ടി എന്താണ്? ആദ്യം DMK നേതാക്കൾ മൈൻഡ് ചെയ്തില്ല. പിന്നീട് തൃണമൂൽ കോൺഗ്രസ്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളിൽ നമ്മുടെ മമതാ ബാനർജി, CPM-നെയും BJP ഒക്കെ വിരട്ടുന്ന ഒരു ആളാണല്ലോ മമതാ ബാനർജി. പക്ഷേ നേതാക്കൾ അപ്പോഴും ശ്രദ്ധിച്ചില്ല. മമതാ ബാനർജി പോലും നോ കമന്റ് എന്ന് പറയും. മത്സരം ഇപ്പോൾ സ്വതന്ത്ര ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഈ ഒരു പക്ഷേ അവിടെ നിന്ന് ജയിച്ചാൽ ഇദ്ദേഹം പോയി 7 മാസം നിയമസഭയിൽ പോയിട്ട് എന്തുണ്ടാക്കാനാണ്? ഒരു പാർട്ടിയുടെ സപ്പോർട്ടും ഇല്ലാതെ ഒന്നും ഉലത്താൻ കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ തോറ്റാൽ അദ്ദേഹം പൂജ്യമല്ല, പൂജ്യത്തേക്കാൾ വലിയ വട്ടപൂജ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും തിരിച്ചറിയാത്ത ആളാണ് നിങ്ങൾ PV അൻവർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അദ്ദേഹം
കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇന്നാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഒരു ഡേറ്റ്. ഇന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഇതിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ കണക്കൂട്ടുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തര തീരുമാനമായിരിക്കും മത്സരമായിട്ട് മുന്നോട്ട് പോവുക എന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. PV അൻവറിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്, അതിനാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഈ 10 വോട്ടിന് വേണ്ടി ആരുടെയും പുറകെ നടക്കുന്ന ഒരു പരിപാടി യഥാർത്ഥത്തിൽ ഈ മുഖ്യധാര പാർട്ടികളെങ്കിലും അവസാനിപ്പിക്കണം. ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയാത്ത ചില സാമുദായിക സംഘടനകളും നേതാക്കളുമാണ് ഇവിടെ കേരളത്തിലുള്ളത്. പക്ഷേ രാവിലെ എഴുന്നേറ്റാൽ നമ്മളില്ലെങ്കിൽ കേരളത്തിന്റെ സ്പന്ദനം തന്നെ നിന്ന് പോകുമെന്നൊക്കെയാണ് ഗീർവാണം. ഒരു പുല്ലുമില്ലെന്ന് ഇവരൊക്കെ പറഞ്ഞ, ഈ നേതാക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന 100 പേർ ഇവരുടെ കൂട്ടത്തിലില്ല. പക്ഷെ എന്ത് ചെയ്യാം? 100 പേരല്ല 10 പേരാണെങ്കിലും അത് നമ്മുടെ പോക്കറ്റിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പാർട്ടികളെല്ലാം കൂടെ ഇവരുടെ പിന്നാലെ പോയാൽ എന്ത് ചെയ്യാനാണ്? എന്താ സഖാവ് ഇങ്ങനെ എന്ന് നമ്മൾ CPM-നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താ നേതാവ് ഇങ്ങനെ എന്ന് നമ്മുടെ കോൺഗ്രസിനോട് ചോദിച്ചാൽ ഇവരുടെ മറുപടി നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നായിരിക്കും ഇവരുടെ ഒരു മറുപടി. സഹിക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? എന്തായാലും എല്ലാ സമവായവും അടച്ച് അൻവർ മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതോടുകൂടി അൻവർക്ക പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി ഇസത്തിന് എന്തോ കുഴപ്പമുണ്ട്, സതീശൻ ഇസത്തിന് എന്തോ കുഴപ്പമുണ്ട്. അത് കുഴപ്പമൊക്കെ ശരിയാക്കാനാണ് ഇപ്പോൾ ഇദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം PC ജോർജിന് പഠിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. PC ജോർജ് ഈ പോരാടി അദ്ദേഹത്തിന് വീര്യം കുറഞ്ഞതല്ല. അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ മുട്ടയേറിന്റെ എണ്ണം കൂടിയത് കൊണ്ടുമല്ല, ചെല്ലുന്നിടത്തൊക്കെ കൂകി വിളി മാത്രമായപ്പോൾ സ്വയം പിന്മാറിയതാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം നമ്മുടെ വിടുവായുത്തം കൊണ്ട് മകനൊരു പ്രശ്നം ഉണ്ടാകണ്ട എന്നും അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഷോൺ ജോർജ് എന്തായാലും PC ജോർജിനെ പോലെ അല്ല. ഇങ്ങനെ പോവുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെയാണ് ഷോൺ ജോർജ്. എന്തായാലും ഈ PC ജോർജിന്റെ ഗതി തന്നെയാവും PV അൻവറിന്, സംശയമില്ല. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കരഞ്ഞു മെഴുകിയിട്ടാണെങ്കിലും നമ്മുടെ VD സതീശന്റെ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പാതാര ബിംബങ്ങളിൽ സാഷ്ടാംഗം വീഴുക. ഇതുവരെ കരഞ്ഞതൊന്നും പോരാ, കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകണം, നീർച്ചാല് പോലെ. ജനത്തിന് വേണ്ടെങ്കിലും PC ജോർജ് ഇപ്പോഴും ജനപക്ഷത്താണ്. ഇപ്പോൾ അങ്ങനെ പുറത്തോട്ടൊന്നും കാണാനില്ലെങ്കിലും അദ്ദേഹം പൂഞ്ഞാറ്റിൻകരയിൽ അവിടെ എവിടെയോ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അൻവർക്ക, നിങ്ങൾ ഇലക്ഷന് തോറ്റുപോയാൽ പിന്നെ ഇക്കയെ കാണാൻ നമ്മളങ്ങ് ദക്ഷിണ ആഫ്രിക്കയിൽ വരേണ്ടി വരുമോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.